ഹലോ ഗൈസ്, വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് പീനൂസ് വേൾഡ്. ഞാനിപ്പോൾ ജനനായകൻ ഫിലിം കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. 6 o'clock ഞാനും അമ്മയച്ഛനും കയറിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങി. ഒന്നും പറയാനില്ല, സൂപ്പർ. എത്രയോ സീൻസിൽ കണ്ണ് നിറഞ്ഞുപോയി. ഏറ്റവും സങ്കടമായത് ആ ലാസ്റ്റ് വിജയൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാനന്ന് വിജയൻ്റെ വലിയ ഫാനാണ്. മിനിസ്റ്റർ അതിന് ശേഷം എല്ലാം എനിക്ക് ഏറ്റവും മൈ ഫേവറേറ്റ് ഫിലിം ഖുഷി എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ലാസ്റ്റ് വിജയുടെ വീഡിയോ പണ്ട് മുതലുള്ള എല്ലാ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഒന്നും പറയാനില്ല, അത്രയ്ക്കും മീൻസ് ഇപ്പം വിജയ് ഇപ്പം നമ്മൾ കണ്ട എത്രയോ ഫിലിമിൽ കണ്ട പോലീസും പിന്നെ എത്രയോ പല പല വേഷങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് പോയാൽ തെറി ഫിലിമിൻ്റെയൊക്കെ നമുക്കറിയാം പോലീസൊക്കെ. അങ്ങനത്തെ ഒരാളിപ്പോൾ ശരിക്കും ഇതാ മിനിസ്റ്ററായി. പിന്നെ മൂവി, പിന്നെ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ മമിത പ്രമോദും ഉണ്ട്. മമിതയുടെ റോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രേമലൂരൊക്കെ കണ്ടിട്ട് മമിത ഇപ്പോഴത്തെ ആ റോൾ എന്ന് കഴിഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. ഇപ്പോഴും ആ ഫിലിം കണ്ടിട്ടുള്ളത് ഇപ്പോഴും പോയിട്ടില്ല. 6 o'clock കയറിയതാണ്, ഞങ്ങളിപ്പോൾ 9 o'clock കഴിഞ്ഞു. സൂപ്പർ. ഞാൻ പല പല എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ കുറേ മൂവീസ്. ഈ ശരിക്കും ഞാൻ KGF ഒന്നും കണ്ടില്ല, ഇങ്ങനെ കൽക്കി അങ്ങനത്തെ ഒന്നും മൂവീസൊന്നും ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ കണ്ടില്ല. ഇങ്ങനത്തെ ഒരു ലാസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തീപ്പൊരി പാറുന്ന മൊത്തം അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ സ്ത്രീകളുടെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എല്ലാ ഡയലോഗ്സും. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ തടുക്കണം എല്ലാ പ്രശ്നങ്ങൾക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ലൈൻ ബൈ ലൈനിലും അത് ഉണ്ടായിരുന്നു സ്ട്രൈക്ക് ചെയ്തിട്ട്. സീരിയസ്ലി എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. ബട്ട് സങ്കടമുണ്ട്, മീൻസ് വിജയുടെ ലാസ്റ്റ് മൂവിയല്ലേ. വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി. നമുക്കിനി കാണാം വിജയുടെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട് അതേ റിയൽ ലൈഫിലും കാണാം. ഇപ്പോൾ ഇപ്പോഴും എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ല. ആ വൺ ലാസ്റ്റ് ഡാൻസ് അങ്ങനെ പറഞ്ഞ ഡയലോഗും സൂപ്പർ. അപ്പോൾ ഷോ ഇപ്പോഴും ആ ഗൂസ്ബംസ് ഒന്നും പോയില്ല. ഇപ്പോഴും ഞാൻ ആ ഒരു ഇത് തന്നെയാണ്. പല പല റിവ്യൂസ് വരും ഫിലിമിനെ കുറിച്ചിട്ട്. ബേസിക്കലി ഒരു വിജയ് ഫാനിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. മീൻസ് പല റിവ്യൂസ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എന്താ നടക്കാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ ഫുൾ AI വീഡിയോസൊക്കെ വെച്ച് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. ബട്ട് നമ്മൾ ആ ഒരു ആസ് എ വിജയ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം സിനിമയിലെല്ലാം എന്തായാലും നമുക്ക് ഒന്നും തോന്നില്ല. എല്ലാ നെഗറ്റീവ്സ് നമുക്ക് പോസിറ്റീവായി തോന്നും. അത് ആ ഒരു വിജയ് എന്നുള്ള ഒരാളെ മാത്രം കഴിവാണ്. പിന്നെ ഇതിൽ കുറേ നമ്മൾ പഴയ നല്ല നല്ല ആക്ടേഴ്സിനെയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. NTR വെച്ചിട്ട്. പിന്നെ ഇവിടെ വില്ലൻ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളൊക്കെ വില്ലനായി വന്നത്. സിനിമത്തിലൊക്കെ നല്ല നമ്മൾ ആരാധിച്ചൊരു വില്ലനെ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പിന്നെ ഈ മൂവി ശരിക്കും നമ്മൾ ഇലക്ഷൻ ടൈമിൽ തന്നെ റിലീസ് ചെയ്യാൻ വെച്ചതായിരുന്നു. ബട്ട് എന്തോ അത് തടഞ്ഞു വെച്ചു. അങ്ങനെ ഇറക്കിയിട്ട് വിജയ് ആ ഒരു ഇലക്ഷൻ്റെ ടൈമിലൊക്കെ ഇത് റിലീസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നോക്കാൻ വെച്ചിട്ട് തടഞ്ഞു വെച്ചിട്ടായിരുന്നു. ബട്ട് ഇപ്പോൾ വിജയ് ചീഫ് മിനിസ്റ്ററായിട്ടാണ് ഇപ്പോൾ ഫിലിം ഇറക്കുന്നത്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ആ ഒരു വിജയ് എന്ന മനുഷ്യൻ തന്നെയാണ്. ഇവയെ അടിപൊളി സൂപ്പർ കാണാം. എന്തൊക്കെയാണ് വിജയിൻ്റെ പുതിയ ഓരോ നടപടി